സ്വാഭാവികമാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും കുട്ടികളും മുതിർന്നവരും വീഴുന്നത് അത്ര നിസ്സാരമായി കാണാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വീഴ്ചകൾ അഥവാ ഫോൾസ് ഇതിനെക്കുറിച്ചാണ്. 2 തരം വീഴ്ചകളുണ്ട്. ഒന്ന്, നമ്മൾ പറഞ്ഞ പോലെ ഫോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നിലംപതിക്കുന്നു. എന്നാൽ ആ നിലംപതിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ചിലപ്പോൾ നമുക്ക് ചില വാർണിംഗ് സൈൻസ് കിട്ടുമായിരിക്കും. ഉദാഹരണം, ഇപ്പോൾ ബാലൻസ് പോകുന്ന പോലെ തോന്നുക, നെഞ്ചിടിപ്പുണ്ടാവുക, തലകറക്കം തോന്നുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെ നമ്മൾ ഫോൾസ് എന്ന് പറയും. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു പ്രതിഭാസമുണ്ട്. അതിനാണ് നമ്മൾ ഡ്രോപ്പ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഡ്രോപ്പ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു വീഴ്ച തന്നെയാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാർണിംഗ് സൈനും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ താഴേക്ക് പതിക്കുന്നു. അപ്പം ഇതിൻ്റെ കാരണങ്ങൾ, ഫോൾസിൻ്റെ കാരണങ്ങൾ, ഒന്ന് ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ, ഉദാഹരണം ന്യൂറോപ്പതി, റാഡിക്കലോപ്പതി, ചിലപ്പോൾ പ്ലെക്സോപ്പതി, ചിലപ്പോൾ മൈലോപ്പതി എന്ന് പറഞ്ഞ പോലെ ഉള്ള ചില അസുഖങ്ങൾ കാരണം കൊണ്ട് ബാലൻസിന് പ്രശ്നം വന്ന് വീഴാം. പിന്നെയുള്ളതാണ് നമ്മുടെ സ്ട്രോക്ക്, തലച്ചോറിൻ്റെ അസുഖങ്ങൾ, സ്ട്രോക്ക്, പിന്നെ പാർക്കിൻസൺ ഡിസീസ് നമ്മുടെ ബാലൻസിന് തകരാറ് സംഭവിച്ച് വീഴാം. പിന്നെയുള്ളതാണ് നമ്മുടെ ഫിറ്റ്സ്, അപസ്മാരം, അതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ വീഴാറുണ്ട്. പിന്നെയുള്ളത് ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ, അതായത് വെസ്റ്റിബുലോപ്പതി. ഇനിയുള്ളത് ഡ്രോപ്പ് അറ്റാക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അട്ടോണിക് സീഷർ. പെട്ടെന്ന് തന്നെ ഒരു ഫിറ്റ്സ് ഉണ്ടാവുക, അട്ടോണിക് സീഷർ എന്നാണ് എന്നെ പറയുന്നത്. രണ്ടാമതായിട്ടുള്ളൊരു കാരണമാണ് വെസ്റ്റിബുലാർ ഡിസോർഡേഴ്സ്. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കാറ്റപ്ലക്സി എന്ന് പറഞ്ഞാൽ ഉറക്ക സംബന്ധമായ ഒരു അസുഖമാണ്. പെട്ടെന്ന് തന്നെ കാലിലെ ബലം അങ്ങ് ക്ഷയിച്ചിട്ട് പെട്ടെന്ന് തന്നെ താഴെ വീഴുന്നു. അപ്പം ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് അറ്റാക്കിൽ പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പ് ഇല്ലാത്തതുകൊണ്ട് വീഴ്ചയുടെ ആഘാതം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ തലച്ചോറിനുള്ള ക്ഷതം സംഭവിക്കാം, അല്ലെങ്കിൽ എല്ലുകൾക്ക് പൊട്ടലുണ്ടാകാം. പിന്നെയുള്ളത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഫോൾസ്, അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക, അത് ചികിത്സിക്കുക, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാം. പിന്നെയുള്ളത് പ്രൊട്ടക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. പിന്നെയുള്ളത് ഡ്രോപ്പ് അറ്റാക്സ് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് കാരണം, അതായത് ന്യൂറോളജിക്കൽ ഇവാലുവേഷൻ ചെയ്യണം. ചിലപ്പോൾ EEG എടുക്കണം, ചിലപ്പോൾ MRI എടുക്കണം, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, എല്ലാ വീഴ്ചകളും നമ്മൾ നിസ്സാരമായി എടുക്കരുത് എന്നുള്ളതാണ്. നന്ദി.